പുതിയതായി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഡയറക്ടർ ബോർഡിൻ്റെ ആദ്യത്തെ യോഗമാണിത്. എയർ കേരള കമ്പനി രൂപീകരിച്ചത് കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ വർഷമാണ്. അന്ന് നമ്മൾ കമ്പനി ഫോം ചെയ്തു. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയെ കൊണ്ടൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി. അവരുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് വളരെ എൻകറേജിങ് ആയിരുന്നു. കേരളത്തിന് വിജയകരമായിട്ട് നടത്താൻ സാധിക്കും എന്ന് ആയിരുന്നു. അതനുസരിച്ച് ഗവൺമെൻറ് ഓഫ് കേരള അന്ന് 1 കോടി രൂപ ഈ എയർ കേരളയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. പക്ഷെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ക്ലിയറൻസ് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിരുന്നു. ഒന്ന്, ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിച്ച് ഇന്ന് നിലവിലിരിക്കുന്ന അന്നത്തെ നിയമം ഇന്നും നിലവിലുണ്ട്. ഡൊമസ്റ്റിക് സർവീസിൽ എയർ സർവീസിൽ 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളെ ഇൻ്റർനാഷണൽ റൂട്ടിൽ സർവീസ് നടത്താൻ അനുവദിക്കുകയുള്ളൂ. 2, 20 എയർക്രാഫ്റ്റ് എങ്കിലും വേണം. ഇത് രണ്ടും നമുക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഒന്ന്, നമുക്ക് ഡൊമസ്റ്റിക് സർവീസ് നടത്തി എക്സ്പീരിയൻസ് ഇല്ല. 2, നമ്മൾ 5 എയർക്രാഫ്റ്റുമായിട്ട് തുടങ്ങാനായിരുന്നു പരിപാടി. നമ്മൾ ഡൊമസ്റ്റിക് സർവീസ് നടത്താൻ നമുക്ക് യാതൊരു ഉദ്ദേശവുമില്ല. നമ്മുടെ ഉദ്ദേശം മുഴുവൻ ഗൾഫിലെ നമ്മുടെ ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ്. എയർ ഇന്ത്യയുടെ അടുത്ത് നിവേദനം കൊടുത്ത് നമ്മൾ മടുത്തു. അവർ യഥാസമയം സർവീസ് നടത്തത്തില്ല. പ്രത്യേകിച്ച് സീസണിൽ പലപ്പോഴും ഇത് ക്യാൻസൽ ചെയ്യുന്നു. അമിതമായ ചാർജ് ഈടാക്കുന്നു. നമ്മൾ അവരുടെ അടുത്ത് നിവേദനം കൊടുത്ത് മടുത്തിരിക്കുന്നു. പ്രധാനമന്ത്രിമാർ വരെ ഇടപെട്ടു, നമുക്ക് അനുകൂലമായി തീരുമാനമെടുത്തു, പക്ഷേ നടപ്പിലാക്കത്തില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് ഈ ആശയത്തോട് യോജിച്ചില്ല. അവർ ഈ കമ്പനി തന്നെ വൈൻഡപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് വരെ ആലോചിച്ചു. പക്ഷേ അങ്ങനെ ആലോചിച്ചെങ്കിലും അത് വൈൻഡപ്പ് ചെയ്തില്ല, ഒട്ടും തന്നെ മുമ്പോട്ട് കൊണ്ടുപോയില്ല. ഈ ഗവൺമെൻറ് വന്ന് ശക്തമായ സമ്മർദ്ദം ഗൾഫ് നാടുകളിൽ നിന്നുള്ള മലയാളികളുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് റിവൈവ് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മൾ തത്വത്തിൽ അത് അംഗീകരിച്ചു. ഇന്ന് ഇതിനകത്ത് ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ച 8 അംഗ ഡയറക്ടർ ബോർഡ് അതാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, പിന്നെ ഇൻഡസ്ട്രീസ് മന്ത്രി, ധനകാര്യമന്ത്രി, എയർപോർട്ടിൻ്റെ ചുമതലയുള്ള മന്ത്രി, നോർക്ക മന്ത്രി, ഇങ്ങനെ 5 മന്ത്രിമാർ. അതിന് പുറമെ സിയാലിൻ്റെ ഡയറക്ടർ ബോർഡിൽ നിന്ന് ശ്രീ യൂസഫ് അലി, ശ്രീ CV ജേക്കബ്, സിയാലിൻ്റെ MD ശ്രീ VJ കുര്യൻ. ഇത് ഇത്രയുമാണ് ഇതിനകത്ത് വന്നിട്ടുള്ള. ഞങ്ങളിന്ന് കൂടി. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നപ്പോൾ കേരളം കൊടുത്ത നിവേദനത്തിലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായത്, ഞങ്ങളിനിയിപ്പോൾ എയർ ഇന്ത്യയുടെ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കുന്നില്ല. കാരണം അവിടെ നടത്തി പരാജയപ്പെട്ടു. അതുകൊണ്ട് എയർ കേരളയ്ക്ക് അനുമതി തരണം എന്ന ആവശ്യം പറഞ്ഞു. പ്രധാനമന്ത്രി അത് പ്രത്യേകം അത് പരിഗണിക്കുക. കാരണം നമ്മുടെ ആവശ്യം വളരെ കറക്റ്റാണ്. ഈ 2 വ്യവസ്ഥകളും എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് അവർ വേവ് ചെയ്ത് കൊടുത്തു. 5 കൊല്ലം എന്നുള്ളതും വേവ് ചെയ്തു, 20 എയർക്രാഫ്റ്റ് എന്നുള്ളതും വേവ് ചെയ്തു. എന്തുകൊണ്ടാണ്? എയർ ഇന്ത്യയുടെ സബ്സിഡറി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ഥാപനത്തിൻ്റെ സബ്സിഡറി എന്ന നിലയിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് ആനുകൂല്യം കൊടുത്തത്. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡറിക്ക്, ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്പനിക്ക് ഈ ആനുകൂല്യം തരണം എന്നുള്ളതാണ്. അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഷെയർ കൊടുക്കുന്നതിനുള്ള തീരുമാനം എടുക്കുന്നു. 10,000 രൂപയാണ് മിനിമം ഷെയർ.
10,000 രൂപ വെച്ചത് സാധാരണക്കാരിതിനകത്ത് പങ്കാളിത്തം ഉണ്ടാകണം. കണ്ണൂർ എയർപോർട്ടിന് കഴിഞ്ഞ ഗവൺമെൻറ് 2 ലക്ഷം രൂപയാണ് മിനിമം വെച്ചത്. അത് ഈ ഗവൺമെൻറ് വന്ന് 50,000 കുറച്ചു. എയർ കേരളയുടെ കാര്യത്തിൽ കുറേ കൂടി ജനകീയമായിരിക്കണം. കാരണം ഗൾഫിൽ നിന്നുള്ള അവിടെയുള്ള മലയാളികളാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് യാത്രക്കാരായിട്ട് വരുന്നത്. അങ്ങനെ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഇതിൻ്റെ ഷെയർ എടുക്കാൻ സൗകര്യം ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് 10,000 രൂപ എന്നുള്ള ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള എയർ കേരള, അത് ഈ എമർജിങ് കേരളയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അതിനുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും. ഇതിന് സാമ്പത്തിക രംഗത്ത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം ഈ 10,000 രൂപ വെച്ചിട്ടുള്ളതിനകത്ത് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അതിനകത്ത് ഷെയർ എടുക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംവിധാനത്തിൽ മുതൽ മുടക്കാൻ മറ്റുള്ളവരും മുമ്പോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം പരമാവധി ആളുകളെ ഇതിനകത്ത് ഷെയറാക്കുക, ഷെയർ ഹോൾഡേഴ്സ് ആകുക. ഇത് യാത്ര ചെയ്യേണ്ട മുഴുവൻ ആളുകളും ഇതിനകത്ത് ഷെയർ ഹോൾഡേഴ്സ് ആകണം എന്നുള്ള ലക്ഷ്യം. കാരണം 10,000 രൂപയെന്ന് വെച്ചപ്പോൾ ഒരാൾക്ക് പോലും എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് ലക്ഷ്യം. അത് ഏറ്റവും വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആണ് ശ്രമിക്കുന്നത്. 200 കോടി രൂപയാണ് ഫസ്റ്റ് ഫേസിൽ നമ്മൾ കണക്കാക്കുന്നത്. നമ്മൾ എയർക്രാഫ്റ്റ് വാടകയ്ക്കെടുത്ത് ആണ് അങ്ങോട്ട് തുടങ്ങുന്നത്. 200 കോടി തന്നെ ഷെയർ പിരിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് അപ്പം പിന്നെ ഇൻട്രസ്റ്റ് ലയബിലിറ്റി ഒന്നും നമുക്ക് വരുന്നില്ല. നമുക്ക് ആ ഷെയർ വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് നമുക്ക് ഒരു പണം കടമെടുക്കാതെ തന്നെ നമുക്ക് ഈ ലോ കോസ്റ്റ് ട്രാവൽ എയർ ലൈൻ എന്നുള്ള നിലയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ കോസ്റ്റ് കുറച്ചുകൊണ്ട് വരുന്നതിൽ ഒരു പ്രധാന ഘടകം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിധത്തിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏണസ്റ്റ് ആൻഡ് യങ്ങിൻ്റെ 2005 പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അത് അപ്ഡേറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അവരത് എഗ്രി ചെയ്തു. അവരിന്നലെ വന്നിരുന്നു, ഡിസ്കഷൻ നടത്തി. അവർ തന്നെ ആ റിപ്പോർട്ട് ഇന്നത്തെ സാഹചര്യങ്ങൾ വെച്ച് അപ്ഡേറ്റ് ചെയ്തു. നമ്മൾ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് മാത്രമാണ് നമ്മുടെ സർവീസ്. അതെ, അപ്പോൾ 20 ഒഴിവാക്കണമല്ലോ. അത് നമ്മൾ 20 ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോയിൻറ്റിന് റിലാക്സേഷൻ വേണ്ട. പക്ഷേ നമുക്കത് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ 5 എയർക്രാഫ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കോസ്റ്റ് തന്നെ വിമാനത്തിൻ്റെ ചാർജ് തന്നെ ഒരു ബഡ്ജറ്റ് എയർലൈൻസിൻ്റെ ഇതാണ് വെക്കുന്നത്. അപ്പം പരമാവധി കുറച്ച് കൊണ്ടുവരിക. നമ്മൾ ഇപ്പോൾ ഉടനെ തന്നെ വേണേലും തുടങ്ങാൻ പറ്റുന്ന നിലയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ 2 ക്ലിയറൻസ് വേണം. എയർക്രാഫ്റ്റൊക്കെ വാടകയ്ക്ക് എടുക്കുന്നൊന്നും ടൈം എടുക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് തികച്ചും ന്യായമായ ഒരാവശ്യമാണ്. പ്രധാനമന്ത്രിയും അത് ന്യായമാണ് എന്ന് തന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അത്ര എളുപ്പമാണ് എന്ന് കരുതുന്നില്ല. ഇതുണ്ട്, ഈ എയർ ഇന്ത്യയുടെയും ഒക്കെ ഒരു എതിർപ്പുകൾ അതിനകത്ത് വരും. പക്ഷെ നമുക്ക് കിട്ടാൻ അർഹതയുണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു കമ്പനിയുടെ സബ്സിഡറിക്ക് ഈ ആനുകൂല്യം കൊടുത്തു. എന്തുകൊണ്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നുകൂടാ? അദ്ദേഹം അന്നേരം തന്നെ അതിനെ ടി കെ നായരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അറിയിക്കുന്നതനുസരിച്ച് ചർച്ച നടക്കും. സിയാലിന് ഗവൺമെൻറ്റിന് 26% ഷെയർ ഉണ്ടായിരിക്കും. 74% നമ്മൾ ഇൻഡിവിജ്വൽ ഷെയറാണ് 74% വരുന്നത്. ആർക്ക് വേണമെങ്കിലും ചേരാം.